ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. ഓക്കെ, ഇവിടെ നൂറയും ആദിലയും ഇരുന്നിട്ട് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവർക്ക് എല്ലാ വട്ടമുള്ള സംഭവമാണ്. എല്ലാ മണ്ടേയും അവർക്ക് നോമിനേഷൻ ആയിക്കഴിഞ്ഞാൽ ഒരു ഡിസ്കഷൻ ഉണ്ട്, മറ്റുള്ളവരടുത്ത് ഒരു തെറ്റിദ്ധരിപ്പിക്കലുണ്ട്. ഇനി ഇവർക്ക് വോട്ട് കിട്ടാനുള്ള പരിപാടിയാണ് കേട്ടത്. അപ്പോൾ പറയുന്നുണ്ട്, അനുമോളുടെ ചേച്ചി വന്നിട്ട് അനുമോൾക്ക് ഹിൻഡ് കൊടുത്തിരുന്നു. ചേച്ചി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഒരെണ്ണം വന്നില്ല. ഇതിനെ പറയുന്നത് എന്നുവെച്ചാൽ അനീഷിൻ്റെ ഫാൻസ് അനുമോളെ നന്നായി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹിൻഡ് കൊടുത്തിരുന്നു. എന്താ അങ്ങനെ കൊടുത്തതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് നല്ല പേടിയുണ്ട്. അനീഷിൻ്റെ ഫാൻസിനെ എന്തൊക്കെയാണ് പുറത്ത് നടക്കണമെന്ന് പേടിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നത്, ആളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയില്ലേ, ആളുകൾക്ക് സത്യം അറിയാലോ, എത്ര ഫാൻസ് ഉണ്ട്, എത്ര ഇതായാലും ദേഷ്യപ്പെട്ടാലും ആളുകൾക്ക് സത്യം അറിയാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നിൽക്കുള്ളൂ. അനുമോൾ ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല എന്നുള്ള ലെവലിലൊക്കെ ഒരു സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരെ കാര്യം സംസാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇൻട്രൊഡക്ഷൻ പറയണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ പറയുന്നുണ്ട്, ഇവിടെ നിൽക്കുന്നതിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ട് നമ്മൾ രണ്ട് പേരുമാണ്. അനുമോൾക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട്, ഷാനവാസ്കാർക്ക് ഫാൻ ബേസ് ഉണ്ട്, അക്ബർക്ക് എപ്പോഴും പറയാറുണ്ട് ദുബായിലൊക്കെ എനിക്ക് ഭയങ്കര ഫാനാണ്, പക്ഷെ അവിടെ ഹോട്ട്സ്റ്റാർ ഇല്ലാത്തതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് അധികം വോട്ട് ഇപ്പം ഉണ്ടാവില്ല, പക്ഷെ എന്നാലും നാട്ടിൽ എനിക്ക് അത്യാവശ്യം ഫാൻസൊക്കെ ഉണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ അതും ഫാൻ ബേസ്ഡ് ആണ്. പിന്നെ നെവിനും അത്യാവശ്യം നല്ല ഫാൻ ബേസ്ഡ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഫാൻസ് ഇല്ലാത്തത് അനീഷേട്ടന് ഇപ്പോൾ പുറത്ത് ഭയങ്കര ഫാൻസാണ്. ഫാമിലി വീക്ക് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മൾ രണ്ടുപേരും മാത്രമേ ഫാൻസ് ഇല്ലാത്തതുള്ളൂ, അപ്പോൾ നമ്മൾ രണ്ടുപേരും പുറത്ത് പോകാൻ സാധ്യതയുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ഫിനാലിയിൽ കയറണം എന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമം പിടിച്ച പോലെ ഇവർ ജനങ്ങൾക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും, ഈ ഫാൻ ബേസൊക്കെ അവരെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും പാവം കുട്ടികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർ വയസ്സ് കുറവാണെങ്കിൽ ഭയങ്കര കാഞ്ഞ ബുദ്ധിയാണ് കേട്ടോ അവർക്കുള്ളത്. അതുപോലെ ആ സമയത്ത് നമ്മൾ അടുക്കളയിൽ നെവിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നെവിൻ അനീഷ് വന്നിട്ട് സഹായിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് അനുമോളെ വിളിക്കുന്നുണ്ട്, അനുമോളെ ഇങ്ങോട്ട് വന്നേന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ സാധാ ലെവലിൽ ചെല്ലുന്നുണ്ട്. അപ്പോൾ ദോശ പരത്താനാണ്. അപ്പോൾ അനീഷ് നേരെ അവിടെ അടുക്കളയിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് വന്ന് അനുമോളുടെ നേരെ അഭിമുഖമായിട്ട് നിന്നു. അപ്പോൾ അനുമോൾ ദോശ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെവിനും അക്ബറും കൂടിയിട്ട് ഈ രംഗം കണ്ട് ഇന്ന് പ്രണയഗാനങ്ങൾ പാടുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, എന്തിനാ ഇപ്പം ഇവിടെ ഈ ഗാനം പാടുന്നത്, അനീഷിന് വീണ്ടും ആ സബ്ജക്റ്റ് ഒന്ന് കുത്തി പൊക്കണം എന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ പാടിക്കോട്ടെ, അക്ബർ എപ്പോഴും പാടണതല്ലേ, അപ്പോൾ അത് വീണ്ടും ഈ ഒരു കാര്യത്തിലേക്ക് എന്തിനാണ് ടേൺ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തിനാണ് ഇപ്പോൾ ഈ പാട്ട് പാടുന്നത്, അതെന്താ അനീഷേട്ടാ ഞങ്ങൾ പ്രണയഗാനല്ലേ പാടുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയാണ്, ഞാനൊരാളുടെ അടുത്ത് ഒരു പ്രേമം പറഞ്ഞു, അയാൾക്ക് അത് താല്പര്യമില്ലെങ്കിൽ ഞാൻ അവിടെ വെച്ച് ഞാനത് കളഞ്ഞു. ഇവരെ അനീഷിനെ ഒന്നും പറഞ്ഞില്ല ഇവർ. അപ്പോൾ അനീഷ് വീണ്ടും കുത്തിപ്പൊക്കണം കേട്ടോ, ഞാൻ അവിടെ വെച്ച് അയാൾക്കത് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നിർത്തണം, പിന്നെ അയാളെ മാനിക്കണം, നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അനീഷ് വീണ്ടും 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 പറയുന്നുണ്ട്. അനുമോൾ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവിടെ നിന്ന് ദോശ ചുടുന്നുണ്ട്. പക്ഷേ അക്ബറും നെവിന് നിർത്തുന്നില്ല, അവർ പ്രണയഗാനങ്ങൾ പാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അനീഷിന് അനുമോൾക്ക് ശരിക്കും കൊള്ളുന്നുണ്ട്. അനീഷിനാണെങ്കിൽ ഈ ടോപ്പിക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരണം എന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്. അനുമോൾക്കാണെങ്കിൽ ടോപ്പിക്കിൽ എങ്ങനെയെങ്കിലും മായ്ച്ചു കളയണം നിർബന്ധമുണ്ട്. അതാണ് സംഭവം.